നമസ്കാരം. ദ സൗണ്ട്മാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 1.5-2 മാസത്തോളം നീളുന്ന ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ഔട്ട്ഡോർ എപ്പിസോഡാണ്. അപ്പോൾ വാഹനപ്രേമികൾ നേരിടുന്ന പല പ്രശ്നങ്ങളിലൊന്ന്, ഈ വാഹനം കുറേ നാളായിട്ട് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നുണ്ട്, ഇതിനകത്ത് പൂപ്പൽ വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് വന്നിരിക്കുകയാണ്. ഈ സീറ്റിലും ഇതിൻ്റെ സ്റ്റിയറിങ്ങിലൊക്കെ പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂപ്പൽ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ അതിനെ റിമൂവ് ചെയ്യാം, മാത്രമല്ല വാഹനം എങ്ങനെയൊക്കെ ക്ലീനായിട്ട് നമുക്ക് പരിപാലിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിക്കടുത്തുള്ള SPEC7 എന്ന് പറയുന്ന ഒരു കാർ വാഷിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ് സ്ഥാപനത്തിലേക്കാണ്. അപ്പം അവരവിടെ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് നമുക്ക് പോയി കാണാം. മാത്രമല്ല വാഹനത്തെ സ്നേഹിക്കുന്നവർ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാഹനം എങ്ങനെ ക്ലീനായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും, മാത്രമല്ല പ്രേക്ഷകരുടെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് അവരുടെ അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കാണാം. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ SPEC7 എത്തിയിരിക്കുകയാണ്. ഇതിൽ വണ്ടിയിലെ മെയിനായിട്ട് പ്രശ്നം എന്ന് പറയുന്നത് പൂപ്പലാണ്. ഇതിൻ്റെ സീറ്റുകളിലൊക്കെ ഇങ്ങനെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്, കണ്ടല്ലേ. ഇത് പൊതുവെ മഴക്കാല സമയങ്ങളിൽ വാഹനങ്ങളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. ഇതിന് പ്രോപ്പറായിട്ടുള്ള കെമിക്കൽ ക്ലീനിങ്ങാണ് ഇവിടെ ചെയ്യുക. സാധാരണ രീതിയിലുള്ള ഒരു വാട്ടർ ക്ലീനിങ്ങോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് ഫംഗസ് പോലുള്ള ഇഷ്യൂസ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൂപ്പലുകൾ നമ്മൾ ക്ലീൻ ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ലത്. വാഹനത്തിൻ്റെ സീറ്റുകളിൽ മാത്രമല്ല, അതിൻ്റെ സ്റ്റിയറിങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിലെല്ലാം ആ പൂപ്പൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന ക്ലീനിങ്. കൂടെ നമ്മൾ ബോഡി വാഷ്, ഇൻറ്റീരിയർ ക്ലീനിങ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്.
SPEC7 കാർ കെയർ നമ്മൾ സ്റ്റാർട്ടായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്ത് 2 വർഷം കഴിഞ്ഞു. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ അലൈൻമെൻറ്റ്, വീൽ റൊട്ടേഷൻ, വീൽ ബാലൻസിങ്, അതുപോലെ തന്നെ നൈട്രജൻ ഫില്ലിംഗ് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടി ബ്രാൻഡായിട്ടുള്ള എല്ലാ ടയേഴ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർ വാഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ്, പിന്നെ ഗ്ലാസ്സിലൊക്കെ ഉള്ള വാട്ടർ മാർക്ക് റിമൂവിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡീറ്റെയിലിംഗ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ പോളിഷ് മുതൽ പോളിമർ സീലൻ്റ് കോട്ടിങ്, സെറാമിക് കോട്ടിങ്, സെറാമിക് ഹൈബ്രിഡ് കോട്ടിങ്, ടെഫ്ലോൺ, ഗ്രഫീൻ കോട്ടിങ്, അങ്ങനെയുള്ള കോട്ടിങ്ങുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വൈപ്പേഴ്സ്, അലോയ് വീൽസ് കാര്യങ്ങളും അതുപോലുള്ള എല്ലാ വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നൈട്രജൻ എയർ അല്ലേ, അത് നമ്മൾ ടയറിൽ നിറയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൈട്രജനെ പ്രോത്സാഹിപ്പിക്കുന്നത്. നൈട്രജൻ ടു എയറും എയർ ടു നൈട്രജൻ ഫില്ലിങ്ങും അതൊരു സിമ്പിൾ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ഫില്ല് ചെയ്ത ടയറിൻ്റെ റണ്ണിങ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ അതിന് നൈട്രജൻ ഫില്ലിങ് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നൈട്രജൻ ഫില്ല് ചെയ്തുള്ള ടയറിൽ യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് യാത്രാസുഖം കൂടുതലായിരിക്കും. പിന്നെ ടയറിൻ്റെ ലൈഫ് കൂടാനും നൈട്രജൻ സഹായിക്കുന്നുണ്ട്. വണ്ടിയുടെ വീൽ ബെയറിംഗ് അതിലെന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈസിയായിട്ട് പറ്റും. വണ്ടിയുടെ വീൽ ബെയറിംഗ് നഷ്ടപ്പെട്ട വണ്ടികൾക്കാണ് നമുക്ക് പെട്ടെന്ന് കാണാം. വണ്ടിയുടെ ചില വണ്ടികൾക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ടയർ ചെത്തിപ്പോവാന്നാണ് നമ്മളതിന് പറയുക. ചെത്തിപ്പോവാന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. വീൽ ബെയറിംഗ് നഷ്ടപ്പെട്ട വണ്ടിയുടെ ടയറാണ് ചെത്തിപ്പോവുക. ആ പ്രൊസീജർ അതുകൊണ്ടാണ്. അത് പിന്നെ നമ്മൾ അലൈൻമെൻറ്റ് ടെക്നീഷ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി ഒരു ചെത്തിപ്പോണ പ്രശ്നം ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഒരു ഇടങ്ങറുള്ളൊരു സൗണ്ട് ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു സൗണ്ട് പോലത്തെ ഒരു മുളക്കം പോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. സീറ്റ് കവറുകളില്ലേ പലതരത്തിലുള്ള ഉണ്ട്, റെക്സിൻ ലെതർ, പിന്നെ സ്പോഞ്ച്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ പലതരത്തിലുള്ള സീറ്റ് അപ്പോൾസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റീരിയർ ക്ലീനിങ് പ്രോസസ്സിൽ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയർ ക്ലീൻ എന്നൊരു പ്രോസസ്സ് തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹാച്ച് ബാക്ക് മുതൽ സെഡാൻ, പിന്നെ 7 സീറ്റർ വണ്ടികൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ സീറ്റ് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ ഫാബ്രിക് സീറ്റ് ഉണ്ടാവും. അപ്പോൾ നോർമലി നമ്മൾ ഈ സീറ്റ് കവർ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ഈ സീറ്റിൻ്റെ ഈ ഫാബ്രിക് സീറ്റിൻ്റെ മുകളിൽ പൂപ്പലുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് റിമൂവ് ചെയ്യാൻ നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ് പ്രോസസ്സിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അത് പല സൈസ്, പല ഇപ്പോൾ നോർമൽ സീറ്റ് അതുപോലെ ലെതർ സീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ സീറ്റ് ഉണ്ട്, സ്പോഞ്ച് ടൈപ്പ്, അപ്പോളിസ്റ്ററി, അതർ ടൈപ്പ് വരുന്നതിന് അതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് വാക്വം സിസ്റ്റം ഉണ്ട് ഇവിടെ. അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അപ്പോളിസ്റ്ററി ക്ലീൻ എന്നാണ് അതിന് പറയുക. അപ്പോളിസ്റ്ററി ക്ലീനിങ് മെഷീൻ നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന വണ്ടികൾക്ക് അപ്പോളിസ്റ്ററി ക്ലീൻ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇൻറ്റീരിയർ ക്ലീനിങ് പ്രോസസ്സിൽ തന്നെയാണ് ഇത്. അതർ സൈഡാണ് മാത്രം. ചില കസ്റ്റമേഴ്സ് നമുക്ക് എൻക്വയറി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പറയാറുണ്ട്, സാധാ ടൈപ്പ് അല്ല, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് കോൾസ് വരാറുണ്ട്. അങ്ങനെ ഈ സീറ്റ് കവറിനകത്ത് പൂപ്പൽ വരാനുള്ള സാധ്യത ഉണ്ട്, സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവാറുണ്ട്. ചെറിയ സ്ക്രാച്ച് ഉണ്ടാവില്ലേ, ഇപ്പോൾ ചെടി ഉറഞ്ഞിട്ടുള്ള അത് സ്വാഭാവികമാണ്. അതിന് ഈ പോളിഷിംഗ് കൊണ്ട് നമുക്കത് ഉണ്ടല്ലോ. നോർമൽ പോളിഷിങ്ങിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അല്ലാതെ പെയിൻറ്റിങ് ചെയ്യണമെന്നൊന്നുമില്ല. ഇല്ലല്ല. പെയിൻറ്റിങ് ചെയ്യാന്നുള്ളത് പെയിൻറ്റ് കട്ടെന്നാണ് നമ്മളതിന് പെയിൻറ്റ് കട്ടാവുക. അത് പെയിൻറ്റ് അതിന് നഷ്ടപ്പെടുകയാണ്. ബോഡിയുടെ മുകളിലുള്ള പെയിൻറ്റ് നഷ്ടപ്പെടുന്ന സംഭവം പെയിൻറ്റ് കട്ട് ചെയ്യും. അല്ലാത്തതൊക്കെ നമുക്ക് പോളിഷിങ്. നോർമൽ പോളിഷിംഗ് മുതൽ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കാറിൻ്റെ AC വെന്റിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ്? 2 പ്രൊസീജിയേഴ്സ് ഉണ്ട്. AC വെന്റ് ക്ലീനിങ് നമ്മളിതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിങ്ങിലൂടെ നമുക്ക് അതിൻ്റെ ഈ AC വെന്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് AC ഡിസിൻഫെക്റ്റൻ്റ് ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് AC വെന്റ് ക്ലീൻ ചെയ്യാൻ പറ്റും.
നമ്മൾ ടെഫ്ലോൺ കോട്ടിങ്ങും ഈ സെറാമിക് കോട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ? സെറാമിക് കോട്ടിങ്ങും ടെഫ്ലോൺ കോട്ടിങ്ങും എടുത്ത് നോക്കുമ്പോൾ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ലെയർ കോട്ടിംഗ് ആണ്. അത് പെയിൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷനാണ് സെറാമിക് കോട്ടിങ്. അതൊരു അഡ്വാൻസ്ഡ് മെത്തേഡാണ്. പിന്നെ ടെഫ്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് നോർമൽ വർക്കാണ്. അത് പ്രൈസിങ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പ്രൈസിങ്ങിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാട്ടർ ഹൈഡ്രോഫോബിസിറ്റിയും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കുറവ് തന്നെ ആയിരിക്കും ടെഫ്ലോൺ ആകുമ്പോൾ. സെറാമിക് വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇയർ വൈസ് വർക്കുകളാണ്. ഇപ്പോൾ 1 ഇയർ വർക്കാണെന്നുണ്ടെങ്കിൽ 1 ഇയർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കറക്റ്റ് 6 മന്ത് ആകുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ 2 ഇയർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 6 മന്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ 1 ഇയർ ആകുമ്പോൾ നമ്മളത് വീണ്ടും ടോപ്പപ്പ് ചെയ്യും കാര്യങ്ങൾ. പിന്നെ വീണ്ടും 6 മന്തിൽ, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വാറണ്ടിക്ക് അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാറ്റങ്ങളുണ്ട്.